ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കണത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫോണിൽ ഈ വ്ളോഗ് ഇങ്ങനെ കിടന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ കുറേ ആയി ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടി കൊണ്ടാണ് ഇത്ര ലേറ്റായി പോയത് കേട്ടോ. അപ്പം ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ പോയിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പം ഈ ഒരു ട്രിപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഫാമിലിയുടെ ഒപ്പമോ ഫ്രണ്ട്സിൻ്റെ ഒപ്പമോ കൊളീഗ്സിൻ്റെ ഒപ്പമോ ഒന്നും പോയിട്ടുള്ള ട്രിപ്പല്ല, ഇതെൻ്റെ നാട്ടുകാരൊപ്പം പോയിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ട്രിപ്പ് വന്നപ്പോൾ എൻ്റെ കസിനായിട്ടുള്ള ജാസ്മിനാണ് കേട്ടോ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണത്. അപ്പോൾ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. ട്രിപ്പ് എന്ന് കേട്ടാലേ പിന്നെ എനിക്ക് ആരെങ്കിലും ഒരാൾ കൂടെ കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഞാനും അയാനും റെഡിയാണ്. അപ്പം ഷാനുക്ക ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ട് ഞങ്ങൾ പറഞ്ഞേച്ചു കേട്ടോ. എനിക്ക് കൂട്ടിനൊരു ഷാനുക്കാൻ്റെ മൂത്താപ്പാൻ്റെ ഫാമിലിയാണുള്ളത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതാ നല്ല എൻജോയ്മെൻറ്റ് മൂഡിലാണ് കേട്ടോ. എൻ്റെ കോളേജ് ട്രിപ്പിന് ശേഷം ഇത്രയും വൈബിൽ പോകുന്ന ഒരു ട്രിപ്പ് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഒരു 1-2 മണിക്കൂർ ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം സൈഡായിട്ടോ. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ വണ്ടിയിൽ കിടന്നുറങ്ങണ ഒരു സിറ്റുവേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കൊന്നും അങ്ങനെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. മോർണിംഗ് അടിച്ചപ്പോൾ ദാ ട്രിവാൻഡ്രം എത്തി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ട്രിപ്പ് പോകുന്നത് ട്രിവാൻഡ്രം ആണ് കേട്ടോ. ട്രിവാൻഡ്രം സിറ്റി ചുറ്റിക്കറങ്ങാൻ എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. ഫസ്റ്റിനെ പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ ഭീമാപ്പള്ളി, കോവളം ബീച്ച്, പിന്നെ സൂ, അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തുടക്കത്തിൽ തന്നെ മഴ പണിയുന്നു. അപ്പം നമ്മൾ ഫ്രഷ് ആയ ശേഷം ഇതാ ഞാൻ റെൻസ് മോൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ കേട്ടോ. ജാസ്മിൻ ഫ്രഷ് ആവുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ചെയ്യണത്. അപ്പം ഫ്രഷ് ആയ ശേഷം ഇതൊരു ചെറിയ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫ്രഷ് ആവുന്ന ഏരിയയുടെ തൊട്ടപ്പുറത്തുള്ളതാണ്. അപ്പം ഇവിടുന്ന് ചെറിയ ഇതായിട്ട് നമുക്ക് ഡ്രിങ്ക്സും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സൊക്കെ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടികൾ ഈ ഒരു ഏരിയയ്ക്ക് വന്ന് കേട്ടോ. അപ്പോൾ ഞാൻ റെൻസ് മോളെ പിടിച്ച് നിർത്തി മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ കേട്ടോ. ഈ ഒരു ഇക്കാടെ വണ്ടിയിലാണ് നമ്മൾ വന്നിരിക്കണത്. അപ്പം ഇത് ആക്ച്വലി ഷാനക്കാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അതിവിടെ വന്ന ശേഷമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അവരിതാ ഡ്രൈവറും പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ കൂടി ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. ഇത് ഉച്ചയ്ക്കുള്ള ഫുഡാണ് പ്രിപ്പയർ ചെയ്യണത്. രാവിലേക്കുള്ളത് ഓൾറെഡി അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ക്ഷേത്രം ദർശിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു വേറൊരു ക്ഷേത്രമുണ്ട്, അവിടേക്കാണ് കേട്ടോ പോയിരിക്കണത്. അപ്പം ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബസ്സിലേക്ക് വന്നു കേട്ടോ. അപ്പം ഇവരിങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് എന്തോ തോരനൊക്കെ ഉള്ള ഐറ്റംസൊക്കെ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം രാവിലത്തെയും ഉച്ചത്തെയും നൈറ്റത്തൊക്കെ ഫുഡ് നമ്മുടെ പാക്കേജിലുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഹോട്ടലിനൊക്കെ ആവുമെന്ന് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ടൂറ് ഫസ്റ്റ് ടൈമാണ്. കോളേജിൽ നിന്ന് പോയ സമയത്തും ഞങ്ങൾ ഹോട്ടലിനൊക്കെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കിങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് തന്ന് ഇങ്ങനെ ഇതുപോലെ ഉള്ളൊരു പാക്കേജ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമുക്ക് അങ്ങനെ ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഹോട്ടലിൽ നിന്ന് കയറി ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് നമ്മളുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡല്ലേ, നമ്മൾ നേരിട്ട് കാണല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതുപോലെ വഴിയൊത്തൊക്കെ നിന്ന് ഫുഡ് കഴിക്കുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് നിന്ന് കഴിക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ഇരിക്കാനുള്ള ചെറിയൊരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെള്ളപ്പം, അതുപോലെ തന്നെ നൂൽപുട്ട്, പിന്നെ അതിന് കറിയായിട്ട് കടലക്കറി ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഫസ്റ്റ് തന്നെ പോകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ ടൂറിൽ ഭൂരിഭാഗം ഹിന്ദുസാണ് ഉണ്ടായിരുന്നത്. അപ്പം അവരൊക്കെ ആ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രത്ത് ഫാമിലി ആയിട്ട് വന്ന സമയത്ത് എനിക്ക് ഈ ക്ഷേത്രം ഒരു നിഴൽ പോലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്കതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ജാസ്മിനൊന്നും വന്നിട്ടില്ല കേട്ടോ, അവർക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അയാനും കൂട്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങളിതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം ഫോട്ടോസ് എടുത്തു. പിന്നെ ഒരു കുട്ടി പർച്ചേസിങ് നടത്തി. അയാൾക്ക് 1-2 കളിക്കുന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ റേറ്റൊക്കെ ഇത്തിരി കൂടുതലാണ് കേട്ടോ. പിന്നെ കുട്ടികൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എത്തി. പിന്നെ മഴ ഒരു പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ ഇടതൂർന്ന് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് മിക്ക പ്ലേസും നമ്മൾ ക്യാൻസലാക്കി. പിന്നെ അവിടെയുള്ള ഒട്ടുമിക്ക പ്ലേസും നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ മഴ ആയതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്തേക്കും പോകുന്നത് ഇങ്ങനെ ഡിലേ ആക്കി ഇത് ഉച്ചയായിട്ടുണ്ട്. ഉച്ചയായപ്പോഴാണ് ഭീമാപ്പള്ളിയിൽ എത്തിയത്. അപ്പം എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഭീമാപ്പള്ളിക്ക് കയറാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കുള്ള ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണുന്നത്. മീൻകറി ഉണ്ട്, മോരുകറി ഉണ്ട്, പിന്നെ തോരനുണ്ട്, പപ്പടം, അച്ചാർ, അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ എന്താണെങ്കിലും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സിനായിട്ട് പുറത്ത് പോകുമ്പോൾ ഒന്നും ഇങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലത്തെ ഫുഡൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളായിട്ട് മേടിച്ച് കഴിക്കില്ല, നമുക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിത് ഭീമാപ്പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചധികം നേരം തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പള്ളിയുടെ ഉള്ളത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ നിന്നുള്ള ഒരു സർവത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ തന്നെ നല്ല നേരം വൈകിട്ടുണ്ട്. നേരം വൈകുക മീൻസ് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സൂ എത്തിയിട്ടുണ്ട്. സൂവിൽ എത്തിയപ്പോഴാണ് നമ്മൾ ആ കാര്യം പറയണത്. ഇവിടുത്തെ സൂ ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കനത്ത മഴ കാരണം ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തീരെ മഴയില്ല. നമ്മൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് വീഡിയോസ് എടുക്കുന്നതും അതുപോലെ തന്നെ പുറത്തിറങ്ങുന്നതും. പക്ഷേ ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ട് തന്നെയല്ല ഇന്നത്തെ ദിവസം, അത്രയും മഴയായിരുന്നു. പിന്നെ ട്രാഫിക് ബ്ലോക്ക് അത് പറയേ വേണ്ട. അപ്പോൾ നല്ല നേരം വൈകിട്ടാണ് നമ്മൾ കോവളം ബീച്ച് സൈഡിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുകയാണ് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് എത്തിയത്. അക്കരയിൽ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം കടൽ കാണുമ്പോൾ അതൊരു വൈബ് തന്നെയല്ലേ. കടൽ കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പി. പക്ഷേ ഭയങ്കര രൂക്ഷമായിട്ടാണ് കടലിലെ തിരമാലകളൊക്കെ വരുന്നുണ്ടായിരുന്നത്. പിന്നെ നേരം നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കനത്ത സുരക്ഷയായിരുന്നു കേട്ടോ. ആരെങ്കിലും ഒന്ന് കടലിലേക്ക് ഇറങ്ങാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് വന്നിട്ട് നമ്മളെ പിടിച്ച് കയറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ കടലിൽ കാല് കുത്താനുള്ള അവസരം കിട്ടിയില്ല. അതിനുശേഷം നമ്മളെ കൊണ്ടുപോകുന്നത് ഇതുപോലൊരു ഏരിയക്കാണ് കേട്ടോ. ഇത് ഏത് ഏരിയ എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. അവർ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പ്ലേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ഏതാ പ്ലേസ് എന്നുള്ളത് ഓർമ്മ തന്നെ കിട്ടണില്ല. പക്ഷേ എന്താ പറയുക, കാണുമ്പോൾ തന്നെ അറിയണില്ല ഒരു വൈബ് പ്ലേസിൽ. നല്ല രസമുണ്ടായിരുന്നു. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ 2 പള്ളികളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ലുലുമോളിക്കാണ്. ലുലുമോളിക്ക് പോകാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ അല്ല കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, മോളുകളോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് കൂടുതലും നേച്ചുറൽ പ്ലേസിനോടാണ് കേട്ടോ താല്പര്യമുള്ളത്. അപ്പോൾ മോളിൽ ഞങ്ങൾ എസ്കലേറ്ററിൽ കയറി പോകുമ്പോൾ ജാസ്മിൻ മടിച്ചിരിക്കാറുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണിത്. അവൾ സ്റ്റെപ്പ് കയറിയിട്ട് വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് അവൾ കയറിയിട്ടാ. സ്കൂൾ തുറക്കണ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് ഓഫറിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അയാൾക്ക് ഇവിടെ തന്നെ സാധനങ്ങൾ വാങ്ങണമെന്നായി. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്കൂൾ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഓഫറിൽ ബെഡ്ഷീറ്റ് കണ്ടപ്പോൾ ഞാനും 2 വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പർച്ചേസിങ് ഒക്കെ നടത്തിയിട്ടാണ്. അതിന് ശേഷമാണ് നമ്മൾ പോണത്. പിന്നെ ഇവിടുന്ന് പോയ ശേഷം പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക. പക്ഷേ ഞാനിതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല ലേറ്റായിരുന്നു, നല്ല മഴയായിരുന്നു. ഗ്ലാസ്സൊക്കെ അടച്ചിട്ടിട്ട് ഒരു ജാതി അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് ഉള്ളൊരു വ്യൂ ആണിത്. അപ്പം നമ്മുടെ ടൂറ് അവസാനിച്ചിരിക്കുകയാണ്. ഒരു 1 ഡേ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ട്രിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ മഴ കുറച്ച് കോളാക്കി. എന്തൊക്കെയായാലും എനിക്ക് കോളേജിൽ നിന്ന് ട്രിപ്പ് പോകുമ്പോൾ ഒരു വൈബാണ് കിട്ടിയത്. നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റാ, ടേക്ക് കെയർ.